KMIC News, നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നിലപാട് വ്യക്തമാക്കുന്ന ഭരണകൂടങ്ങളും ചേളാരിയിലെ വിലാപഗീതവും ഇന്ന് KMIC ന്യൂസിൽ. SSF വിചാരം 2015 ശനിയാഴ്ച മഅദിൻ സ്പാനിഷ് അക്കാദമിയിൽ നടക്കും. 2 മക്കളുള്ള മുസ്ലിംകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന VHP നേതാവ് പ്രവീൺ തൊഗാഡിയ. നീലകണ്ഠ ശർമ്മയുടെ തുടിക്കുന്ന ഹൃദയവുമായി മാത്യു വീണ്ടും ജീവിതത്തിലേക്ക്. തിരഞ്ഞെടുപ്പ് തീയതി കമ്മീഷന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. ഹെൽമറ്റില്ലാതെ പെട്രോൾ നൽകരുതെന്ന പോലീസ് നിർദ്ദേശത്തിന് പുല്ലുവില. കണ്ണിൽ ചോരയുള്ളവർക്ക് കണ്ടിരിക്കാനാകാത്ത ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ 100 ദിവസത്തിനകമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഷൂ വാങ്ങാനുള്ള തടവ് പുള്ളിയുടെ ആഗ്രഹം നിറവേറ്റിയ പോലീസുകാരെ പിരിച്ചുവിട്ടു. പോലീസുകാർക്കും ഷൂ വാഗ്ദാനം. വാർത്തകൾ വിശദമായി. ഹെൽമറ്റില്ലാതെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് പെട്രോൾ നൽകരുതെന്ന പോലീസ് നിർദ്ദേശം പ്രഹസനമാകുന്നു. പെട്രോൾ പമ്പുകളിൽ ഹെൽമറ്റില്ലാതെയും 3 പേരെ വെച്ചും വരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് പെട്രോൾ നൽകരുതെന്ന പോലീസ് നിർദ്ദേശമാണ് നടപ്പിലാകാതെ പോകുന്നത്. അതത് സ്റ്റേഷൻ എസ്ഐമാരുടെ നിർദ്ദേശം പെട്രോൾ പമ്പുകളിൽ പതിച്ചിട്ടുണ്ടെങ്കിലും അത് പാലിക്കാൻ പമ്പ് ജീവനക്കാർ തയ്യാറല്ല. ഹെൽമറ്റ് ധരിക്കൽ നിർബന്ധമാക്കാനാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇത്തരമൊരു നിർദ്ദേശം കൊണ്ടുവന്നത്. പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ കർശനമായിരുന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നടപ്പിലാകാതെ പോകുന്നത്. നിർദ്ദേശം നൽകിയ പോലീസ് അധികൃതർ ഇത് നടപ്പിലാവുന്നുണ്ടോ എന്ന പരിശോധനയ്ക്ക് തയ്യാറാകാത്തതാണ് ഇത് പാലിക്കാതിരിക്കാൻ കാരണമായിരിക്കുന്നത്. ഇരുചക്ര വാഹന ഡ്രൈവർമാരുടെ സുരക്ഷയ്ക്കായി കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാകുന്നുണ്ടോ എന്ന പരിശോധനകളും ആവശ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. തിരഞ്ഞെടുപ്പ് 1 മാസം നീട്ടണമെന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. തിരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല. ഇക്കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശമൊന്നും നൽകാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. എത്ര ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന കാര്യത്തിലും കമ്മീഷന് തീരുമാനമെടുക്കാം. തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ഭരണഘടനാ ബാധ്യത കമ്മീഷന്റേതാണെന്നും ഇതിനുള്ള അനുവാദം കോടതി നേരത്തെ തന്നെ നൽകിയതാണെന്നും ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് MA ഷഫീഖ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊച്ചി മെട്രോക്ക് ആവശ്യമായ കോച്ചുകൾ 100 ദിവസത്തിനകം എത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൊച്ചി മെട്രോയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ മുഖ്യമന്ത്രി മെട്രോ നിർമ്മാണ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. ആലുവ മുട്ടംയാർഡിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടന്നത്. ശ്രീധരൻ, മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, PK ഇബ്രാഹിം കുഞ്ഞ്, K ബാബു, കൊച്ചി മേയർ ടോണി ചമ്മേണി, KMRL MD ഏലിയാസ് ജോർജ്, ബെന്നി ബെഹനാൻ MLA എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. ലൈറ്റ് മെട്രോയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അയച്ച കത്തിലെ ചില കാര്യങ്ങളിൽ ശ്രീധരന് എതിർപ്പുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പുതിയ കത്ത് നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ലൈറ്റ് മെട്രോ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നതിനോടുള്ള വിയോജിപ്പ് ശ്രീധരൻ യോഗത്തിൽ ആവർത്തിച്ചു. നീലകണ്ഠ ശർമ്മയുടെ തുടിക്കുന്ന ഹൃദയവുമായി മാത്യു വീണ്ടും ജീവിതത്തിലേക്ക് കുതിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. പറന്നിറങ്ങിയ നീലകണ്ഠ ശർമ്മയുടെ തുടിക്കുന്ന ഹൃദയവുമായി എല്ലാവർക്കും നന്ദി പറഞ്ഞ് മാത്യു അച്ചാടൻ ആശുപത്രി വിട്ടു. മാത്യുവിനെ യാത്രയയക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എറണാകുളം ലിസി ആശുപത്രിയിലെത്തി. സംസ്ഥാനത്ത് ആദ്യമായി എയർ ആംബുലൻസ് സംവിധാനം ഉപയോഗിച്ച് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടൻ ഇന്നലെയാണ് ആശുപത്രി വിട്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി K ബാബു എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ ആഹ്ലാദകരമായ അനുഭവമാണ് സമ്മാനിച്ചത്.
നീലകണ്ഠ ശർമ്മയുടെ തുടിക്കുന്ന ഹൃദയവും പേറി കൂപ്പുകൈകളോടെ പുഞ്ചിരിക്കുന്ന മുഖവുമായി വേദിയിലെത്തിയ മാത്യു ആച്ചാടനെ കയ്യടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി മാത്യു ആച്ചാടനെ ബൊക്കയും മധുരവും നൽകി. ഹൃദയം നൽകിയ നീലകണ്ഠ ശർമ്മയുടെ കുടുംബത്തിനും ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർക്കും തനിക്കുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് മാത്യു ആച്ചാടൻ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത മാത്യു അടുത്തു തന്നെയുള്ള ഫ്ളാറ്റിലേക്കാണ് താമസം മാറിയിരിക്കുന്നത്. സുരക്ഷിതത്വം മുൻനിർത്തി കുറച്ചുനാൾ അവിടെ കഴിഞ്ഞ ശേഷമായിരിക്കും നാട്ടിലേക്ക് പോകുന്നത്. നിലവിൽ മാത്യു ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്തു തുടങ്ങിയതായി ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പരിയപ്പുറം പറഞ്ഞു. ഹൃദയ സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന മാത്യു 3 മാസങ്ങൾക്ക് മുമ്പാണ് ലിസി ആശുപത്രിയിലെത്തിയത്. വിദഗ്ധ പരിശോധനകൾ നടത്തിയ ഡോക്ടർമാർ ഹൃദയം മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് കൂട്ടുകാരും സാമൂഹിക പ്രവർത്തകരും ഓട്ടോറിക്ഷ ഡ്രൈവറായ മാത്യുവിനെ സഹായിക്കാൻ ഇറങ്ങിയപ്പോൾ പ്രതീക്ഷകൾക്ക് ചിറകുമുളച്ചു. അനുയോജ്യമായ ഒരു ഹൃദയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട്. മസ്തിഷ്ക മരണം സംഭവിച്ച പാറശാല സ്വദേശി അഡ്വക്കേറ്റ് എസ് നീലകണ്ഠ ശർമ്മയുടെ കുടുംബം അവയവദാനത്തിന് തയ്യാറാവുകയും ജൂലൈ 24 ഉച്ചയോടെ ലിസി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം ശ്രീ ചിത്തിര തിരുനാൾ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. വിദഗ്ധ പരിശോധനകൾക്കു ശേഷം ഹൃദയമെടുക്കൽ പ്രക്രിയ ആരംഭിച്ചു. അവിടെ നിന്ന് ലിസി ആശുപത്രിയിൽ എത്തിച്ച ഹൃദയം കൃത്യം 3 മണിക്കൂർ 48 മിനിറ്റുകൾ കൊണ്ട് മാത്യു ആച്ചാടനിൽ മിടിച്ചു തുടങ്ങി. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഷൂസ് വാങ്ങണമെന്ന തടവുപുള്ളിയുടെ ആഗ്രഹം നിറവേറ്റിയ പോലീസുകാരെ പിരിച്ചുവിട്ടു. ഡൽഹിയിലാണ് സംഭവം. 6 പോലീസുകാർക്കെതിരെയാണ് നടപടി. ഓഗസ്റ്റ് 27 കോടതി നടപടിക്കു ശേഷം തിഹാർ ജയിലിലേക്ക് തിരികെ പോകും വഴിയാണ് ഷൂ വാങ്ങണമെന്ന ആഗ്രഹം മനോജ് ബക്രവാലെ എന്ന തടവുപുള്ളി പോലീസുകാരോട് പറഞ്ഞത്. കൂടെയുണ്ടായിരുന്ന പോലീസുകാർക്കും ഇയാൾ ഷൂസ് വാഗ്ദാനം ചെയ്തു. ASI സമ്മതം നൽകി. പോലീസ് ജീപ്പ് നേരെ കടയിലേക്ക് വിട്ടു. പക്ഷേ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായിരുന്ന ഒരു കടയുടമ ഇക്കാര്യം തന്റെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിച്ചു. അങ്ങനെ കുറ്റവാളിയുമായി പോലീസ് ഷോപ്പിംഗിനെത്തിയതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു. കൃത്യവിലോപത്തിന് അന്ന് തന്നെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയത്. ഡൽഹി ആംഡ് പോലീസിന്റെ 3ാം ബറ്റാലിയനിലെ പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനയുമായി വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് വീണ്ടും 2ലധികം കുട്ടികളുള്ള മുസ്ലിംകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന VHP വർക്കിംഗ് പ്രസിഡന്റ് പ്രവീൺ തൊഗാഡിയ. രാജ്യത്തെ ഹിന്ദുക്കൾ വംശനാശ ഭീഷണിയിലാണെന്നും അതിനാൽ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കണമെന്നും തൊഗാഡിയ പറഞ്ഞു. 2ലധികം കുട്ടികളുള്ള മുസ്ലിംകളുടെ റേഷൻ വെട്ടിക്കുറക്കണം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും തൊഗാഡിയ ഉന്നയിച്ചു. RSS മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിലാണ് വിവാദ പരാമർശങ്ങൾ ഉള്ളത്. കണ്ണിൽ ഇരുട്ട് പടരാത്തവർക്കും ഹൃദയത്തിൽ രക്തയോട്ടമുള്ളവർക്കും ഈ ചിത്രം കണ്ടിരിക്കാനാവില്ല. സിറിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് അഭയം തേടിയുള്ള യാത്രയ്ക്കിടെ ബോട്ട് മുങ്ങി മരിച്ച 12 പേരിൽ ഒരാളാണ് ഈ പിഞ്ചു കുഞ്ഞ്. കടൽ തിരമാലകളിൽപ്പെട്ട് തുർക്കി തീരത്താണ് ഈ കുഞ്ഞു മൃതദേഹം കരക്കടിഞ്ഞത്. ആഗോള മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ ചിത്രം യൂറോപ്പിലെ അഭയാർത്ഥി പ്രശ്നങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ചിത്രം വൈറലായി പടർന്നു കഴിഞ്ഞു. ട്വിറ്ററിൽ മനുഷ്യത്വം നക്കി തുടക്കപ്പെട്ടു എന്നർത്ഥം വരുന്ന ഹാഷ്ടാഗിന് ഒപ്പമാണ് പ്രചരിക്കുന്നത്. ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായും ഈ ചിത്രം മാറിക്കഴിഞ്ഞു. 3 വയസ്സുകാരനായ ഐലാൻ കുർദിയുടെ മൃതദേഹമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തുർക്കിയിലെ പ്രശസ്തമായ ഒരു റിസോർട്ടിന് മുന്നിലാണ് മൃതദേഹം അടിഞ്ഞത്. ചുവന്ന ടീഷർട്ടും നീല ജീൻസ് പാന്റും ധരിച്ച് മണ്ണിൽ മുഖം പൂഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മാറ്റുകയായിരുന്നു. ഐലാൻ കുർദിയുടെ 5 വയസ്സുകാരനായ സഹോദരനടക്കം 5 കുട്ടികളും ഒരു സ്ത്രീയും അപകടത്തിൽ മരിച്ചവരിൽ ഉൾപ്പെടും. ഈ ചിത്രങ്ങൾ കണ്ടിട്ടും അഭയാർത്ഥികളോടുള്ള യൂറോപ്പിന്റെ മനോഭാവം മാറുന്നില്ലെങ്കിൽ പിന്നെ എന്ന് മാറുമെന്ന് ബ്രിട്ടീഷ് ദിനപത്രമായ ദി ഇൻഡിപെൻഡൻസ് ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ചോദിക്കുന്നു. മനുഷ്യന് സംഭവിച്ച മഹാവിപത്തിന്റെ ഇരയായാണ് ഡെയിലി മെയിൽ ഈ ചിത്രത്തെ വിശേഷിപ്പിച്ചത്. ലോകത്തെ നിശബ്ദമാക്കാൻ ഒരു ചിത്രമെന്ന ഇറ്റലിയുടെ ലാ റിപ്പബ്ലിക്കയുടെ ട്വീറ്റ്. വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇതിനകം 3.5 ലക്ഷത്തിലധികം പേർ അഭയം തേടിയെത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവരിൽ പലരും ലിബിയയിൽ നിന്നുള്ള കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്തു. അഭയാർത്ഥികളെ സ്വീകരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകാത്തതാണ് ലക്ഷക്കണക്കിന് പേരുടെ ജീവിതം ആഴക്കടലിൽ ഹോമിക്കപ്പെടാൻ ഇടയാക്കുന്നത്. കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള വേലികൾ സ്ഥാപിച്ചും റെയിൽവേ ടിക്കറ്റുകൾ നിഷേധിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ അഭയാർത്ഥികളെ പീഡിപ്പിക്കുകയാണ്. അഭയാർത്ഥികളുടെ ഒഴുക്ക് കൈകാര്യം ചെയ്യാൻ സഹായിക്കണമെന്ന് ഗ്രീസ് യൂറോപ്യൻ യൂണിയനോട് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അതൊന്നും അവർ ചെവിക്കൊണ്ടിട്ടില്ല. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവി
വിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി എത്തിയ 340 മലയാളി ഹജ്ജ് തീർത്ഥാടക സംഘത്തെ മക്ക ICF റിസാന സ്റ്റഡി സർക്കിൾ ഹജ്ജ് വളണ്ടിയർമാർ മക്കയിൽ ഹൃദ്യമായി വരവേറ്റു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി സംസ്ഥാന കമ്മിറ്റി മുഖേന 6375 തീർത്ഥാടകരാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ മുതൽ 16 ദിവസങ്ങളിലായി എത്തുക. 7, 8, 9 തീയതികളിൽ ഉച്ചയ്ക്ക് 1:45 വൈകിട്ട് 5 മണിക്കും 2 വിമാനങ്ങളും മറ്റ് ദിവസങ്ങളിൽ 1 വിമാനവുമാണ് സർവീസ് നടത്തുക. രാത്രി 11:30 എത്തിയ സംഘത്തെ മുസല്ലയും തസ്ബീഹുമാലയും നൽകിയാണ് സ്വീകരിച്ചത്. മുഹമ്മദ് ഹനീഫ് അമാനി കുമ്പനൂർ, ഉസ്മാൻ കുറുകത്താണി, അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുറസാഖ് സഖാഫി, സിറാജ് വില്യാപ്പള്ളി, തൊയ്യിബ്, മുസ്തഫ കളോത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടലി താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ICF കുവൈത്ത് ഫഹാഹിൽ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വാരാന്ത പഠന ക്ലാസ് ഇന്ന് രാത്രി 10:30 നടക്കും. ഫഹാഹിലുള്ള അജിയാൽ മാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പ്രമുഖ പണ്ഡിതർ, നേതാക്കൾ സംബന്ധിക്കും. SSF മലപ്പുറം ജില്ലാ വിചാരം 2015 സെപ്റ്റംബർ 5 ശനിയാഴ്ച മഅദിൻ സ്പാനിഷ് അക്കാദമിയിൽ രാവിലെ 9 മണിക്ക് നടക്കും. ചിന്തയും ചോരയും സാമൂഹ്യ നിർമ്മിതിക്കായി സമർപ്പണം ചെയ്ത വിദ്യാർത്ഥിത്വം ഇന്ന് ചെകുത്താൻ കൂട്ടങ്ങളായി മാറുന്നത് ചെറുക്കുകയാണ് SSF. പുതിയ സാഹചര്യത്തിൽ ക്യാമ്പസും വിദ്യാർത്ഥിയും ക്രിയാത്മകമായി ഉണരുന്നതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതിയാണ് വിചാരം രൂപപ്പെടുത്തുക. ഇന്നലെക്കുറിച്ച് ഓർമ്മയില്ലാത്ത, നാളെക്കുറിച്ച് ഭാവനകളില്ലാത്ത പുതിയ വിദ്യാർത്ഥിത്വം ഭീതിതമാണ്. അരാഷ്ട്രീയതയുടെ വിളനിലമായി ക്യാമ്പസ് പരിസരം രൂപപ്പെടുന്നുണ്ട്. കാലത്തിനു നേരെ കണ്ണടച്ച് കിടന്നുറങ്ങാതെ വിപ്ലവത്തിലേക്കും നേരിലേക്കും വിളിച്ചുണർത്തുന്നതിന് സംഘം ചേരുകയാണ് വിചാരം 2015. SSF ഡിവിഷൻ ജനറൽ സെക്രട്ടറി, ക്യാമ്പസ് സെക്രട്ടറി, സ്റ്റേറ്റ് മോറൽ ആക്ടിവേഷൻ ക്ലബ്ബ് അംഗങ്ങൾ, ജില്ലാ ക്യാമ്പസ് ഫോറം അംഗങ്ങൾ എന്നിവരാണ് വിചാരത്തിൽ സംബന്ധിക്കുന്നത്. 3 മാസക്കാലത്തെ പ്രവർത്തന പദ്ധതിയിലുള്ള പാനൽ ഡിസ്കഷൻ, ചർച്ച എന്നിവ നടക്കും. വിസ്ഡം എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ VP മുഹമ്മദ് വിചാരം ഉദ്ഘാടനം ചെയ്യും. നിലപാട് വ്യക്തമാക്കുന്ന ഭരണകൂടങ്ങളും തമ്മിൽ തല്ലുന്ന ചേളാരിയിലെ വിലാപഗീതവുമാണ് ഇനി കേൾക്കുന്നത്. നോളജ് സിറ്റി സകല ജനങ്ങൾക്കും പ്രയോജനം കിട്ടുന്ന ഒരു പ്രൊജക്ട് എന്ന നിലയിൽ ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയുന്നു, ഇത് പൊതുമേഖലയിലെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിലും ഇതിന്റെ പ്രയോജനം ഈ കേരളത്തിലെ ജനങ്ങൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ ഇതിന് ആവശ്യമായ
എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ട ഒരു കാര്യം റോഡിന്റെ കാര്യമാണ്. ഞാൻ അപ്പോൾ തന്നെ ഇബ്രാഹിം കുഞ്ഞുമായി സംസാരിച്ചു. നിങ്ങളുടെ MLA ആ കാര്യം ഇവിടെ പറഞ്ഞു. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 MLA-മാരും ഇവിടുണ്ട്. അവർ നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിൽ വളരെ താല്പര്യമെടുക്കുന്നവരാണ്, മോയിൻകുട്ടിയും ഉമ്മർ മാസ്റ്ററും. അപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് വരുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സഹായ സഹകരണങ്ങൾ നൽകേണ്ടത് നമ്മളുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് ആവശ്യപ്പെട്ടത് റോഡിന്റെ കാര്യമാണ്. ഞാനത് ശ്രീ ഇബ്രാഹിം കുഞ്ഞുമായി സംസാരിച്ചു. അടിവാരം കാരിശ്ശേരി റോഡ്, അടിവാരം ചെമ്പുകടവ്, നെല്ലിപ്പൊഴി, പുല്ലുരാംപാറ, പുന്നയ്ക്കൽ, കൂടരഞ്ഞി വഴി കാരിശ്ശേരി. ഈ കാരിശ്ശേരി ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ MI ഷാനവാസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ വളരെയേറെ താല്പര്യം കാട്ടുന്നയാളാണ്. അദ്ദേഹം എയർപോർട്ട് മുതൽ ഇങ്ങോട്ട് ബന്ധപ്പെടുത്തി വയനാട്ടിലേക്ക് പോകാനുള്ള റോഡ്, അതും ഇതിന്റെ കൂടെ ഇതാക്കുക. അപ്പോൾ അടിവാരം മുതൽ കാരിശ്ശേരി വരെയുള്ള റോഡ് നന്നായി കഴിഞ്ഞാൽ ഈ നോളജ് സിറ്റിക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗവുമായി ബന്ധപ്പെടുന്നതിന് അവസരം കിട്ടും. എയർപോർട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള റോഡിന്റെ അതിന്റെ പൂർത്തീകരണവും ആകും. അപ്പൊ MLA-മാരിവിടെ ഉണ്ട്, MP ഉണ്ട്, മന്ത്രിയുണ്ട്. ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഈ കാര്യത്തിന് അനുമതി നൽകിയ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. എന്നാൽ ചേളാരി സമസ്ത സെക്രട്ടറി കോട്ടുമൽ ബാപ്പു മുസ്ലിയാർ കുടയും പിടിച്ച് തന്റെ സന്തത സഹചാരിയായ മുസ്തഫ മുണ്ടുപാറയടക്കം ഏതാനും അനുചരന്മാരെയുമായി അനന്തപുരിയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തി കേണപേക്ഷിച്ചപ്പോൾ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കരുതെന്ന്. സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ മഹനീയ സാന്നിധ്യത്തിലാണത്രേ ഈ അപേക്ഷയുണ്ടായത്. പക്ഷേ തന്റെ മന്ത്രിസഭയിലെ 1/2 ഡസൻ മന്ത്രിമാരെയും കൂട്ടി കൈതപ്പൊയിലിലെ പ്രവിശാലമായ പദ്ധതി പ്രദേശത്ത് താൽപര്യപൂർവ്വമെത്തിയ മുഖ്യമന്ത്രി നോളജ് സിറ്റിയെ കണക്കറ്റ് പ്രശംസിക്കുകയും ചെയ്തു കളഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയും ഈ പദ്ധതിക്ക് കൂട്ടുനിൽക്കുന്ന മന്ത്രിമാരും MLA-മാരും നിലപാട് വ്യക്തമാക്കാതെ പറ്റില്ല. നോളജ് സിറ്റിക്കെതിരെ കോടതിയെ സമീപിച്ച ചേളാരി വിഭാഗം നേതാവ് കേസിന്റെ സൂത്രധാരകൻ മുസ്തഫ മുണ്ടുപാറയുടെ വിലാപം കേൾക്കുക. ആ നോളജ് സിറ്റി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന് വേണ്ടി അവിടെ പോയി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ആദരണീയനായ സമസ്ത ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഉസ്താദ് കോട്ടുമൽ ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആദരണീയനായ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, CM അതൊരു തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മുൻകൂട്ടി ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് CM-ന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ധിക്കരിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ ആളുകൾ, മന്ത്രിമാർ കൈതപ്പൊയിലേക്ക് പോയിട്ടുള്ളത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകൾ ധാർമ്മികമായ നിലപാടെന്ത് എന്നവർ വ്യക്തമാക്കേണ്ട ബാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് സരിതയേക്കാൾ വലിയ തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, ആടുതേക്ക് മാൻസിയത്തെക്കാൾ വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അവിടെ പോയി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത മന്ത്രിമാരും MLA-മാരും ഈ കാര്യത്തിലുള്ള നിലപാട് ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നോളജ് സിറ്റി ആരംഭിക്കുകയാണെന്ന് മർക്കസും കാന്തപുരവും പ്രഖ്യാപിച്ചപ്പോൾ അതിനായി ദുനിയാവിലെവിടെയും 5 സെന്റ് ഭൂമിയില്ലെന്നാണ് സാക്ഷാൽ തോട്ടുമുഖം പ്രഖ്യാപിക്കുന്നത്. തോട്ടുവിന്റെ വിലാപം കേൾക്കുക. നോളജ് സിറ്റി എനിക്ക് മനസ്സിലായോ ഇല്ലേ? നോളജ് സിറ്റി മനസ്സിലായില്ല? ദുനിയാവിലെവിടെയാണ് 5 സെന്റ് ഇല്ലാന്ന്. ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞ ഷെയറെ മുബാറക് മസ്ജിദിന്റെ പരിസരത്ത് കാണുന്ന പഞ്ചനക്ഷ സംവിധാനല്ലേ, അതാണ് നോളജ് സിറ്റി. നോളജ് സിറ്റി എനിക്ക് മനസ്സിലായോ?
ഇല്ലേ? നോളജ് സിറ്റി മനസ്സിലായില്ല? ദുനിയാവിൽ എവിടെയാണ് 5 സെന്റ് ഇല്ലാന്ന്. ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞ ഷെയറെ മുബാറക് മസ്ജിദിന്റെ പരിസരത്ത് കാണുന്ന പഞ്ചനക്ഷ സംവിധാനല്ലേ, അതാണ് നോളജ് സിറ്റി. എന്നാൽ തുടക്കത്തിൽ തന്നെ 125 ഏക്കർ ഭൂമി വിലക്ക് വാങ്ങി പദ്ധതിയുമായി മർക്കസ് മുന്നേറിയപ്പോൾ നാട്ടുകാർക്ക് പുതിയ ഈ അവതാരത്തിന്റെ മുന്നറിയിപ്പ് വെറുതെ പണം മുടക്കി കുടുങ്ങണ്ടത്രേ. നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? കൈതപ്പൊയിൽ. എന്ത് സിറ്റിയാണോ കൈതപ്പൊയിൽ വരാൻ പോകുന്നത്? നോളജ് സിറ്റി. ആരെങ്കിലും അതിന് റിയൽ എസ്റ്റേറ്റ് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ മുടക്കിയാൽ മതി. അത് കിട്ടൂല, ഇനി കൂടുതൽ മുടക്കും വേണം. അവിടെ ഫ്ളാറ്റുകൾ ഉയരാൻ പോവാണ്. എവിടെ? നോളജ് സിറ്റി. എന്താ കാരണം? പല രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ വന്നിട്ട് ഇവിടെ താമസിക്കാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു, വലിയ കച്ചവടം നടത്തുന്ന. ഇത് കള്ളം തൊട്ടവരോട് പറഞ്ഞല്ലോ വേണ്ടല്ലോ. നിങ്ങളടുത്തല്ലേ RC അല്ലെ? RC തൊട്ടടുത്തല്ലേ? ആണ്. ലോകതലത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ എൻട്രൻസ് ചെയ്ത കുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരുന്നത് അല്ലെ? ആണ്. ഇപ്പുറത്ത് KMCT മെഡിക്കൽ കോളേജിലും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് RC എന്ത് കച്ചവടം നടക്കണേ? നിങ്ങളൊന്ന് പറയും. ഒരു സിറ്റി ആവുണ്ട് ഇവിടെ, വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാണ്ടോ? RC വന്നിട്ട് വർഷത്തിലായി. കൊടുവള്ളി വികസിച്ച വികാസം കൂടി നമ്മൾ RC കിട്ടിയിട്ടില്ല. കിട്ടിയണോ? ഇല്ല. ഇപ്പൊ വെറുതെ ആളെ പറഞ്ഞ് പറ്റിക്കാണ് ഇവിടെ. അങ്ങനെയൊക്കെയാണെങ്കിലും നാട്ടുകാർ മർക്കസിനൊപ്പം ഉണ്ടാകുമെന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി നീർവേലിൽ. ഇനിയും നമ്മൾക്ക് എന്തൊക്കെയാ ഇവിടെ ചെയ്യാൻ പോകുന്നത്, എത്ര വേഗത്തിൽ നടക്കും. ദൈവം പറഞ്ഞു, അള്ളാഹുവിന്റെ കരുണയുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് നടക്കും പ്രസിഡന്റ് എന്ന് എന്നോട് പറഞ്ഞപ്പം ഞാനത് ഓർത്തുപോയി. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഇത് പെട്ടെന്ന് നടത്താനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു. കാരണം അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസം ഇപ്പൊ ബോധ്യമായി. അതുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും കോടഞ്ചേരി പഞ്ചായത്ത് ഉസ്താദിന് ഇവിടെ എന്തെല്ലാം നടക്കണോ അതിനുള്ള നിയമവ്യവസ്ഥയിൽ നടത്താനുള്ള സംവിധാനം കോടഞ്ചേരി പഞ്ചായത്ത് ചെയ്തു തരും. പിന്നെ എനിക്ക് ഉസ്താദിനൊരു കാര്യമേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഉസ്താദിന് ചെയ്യാൻ സാധിക്കും. അതിന് ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്തുകൊണ്ട് ഇതിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഉസ്താദിൽ കൂടെ നടക്കട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. നന്ദി. അവസാനം പച്ച തേടിപ്പോയ ആ വന്യജീവിയും കാട്ടിലൊളിച്ചതോടെ തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കേൾക്കുന്നത്. പിരിച്ച കാശ് നഷ്ടമായതിനെ ചൊല്ലി വിലാപവും കൂട്ടക്കരച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും. മർക്കസ് നോളജ് സിറ്റിയിൽ ദിക്ർ ദുആ മജ്ലിസ് സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അസ്മാ ഉൽ ബദർ, ബുർദ, വിതിരിയ, ഹംസിയ, മുഹീദ്ദീൻമാല, റിഫായിമാല പാരായണവും സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രാസ്ഥാനിക നേതാക്കൾ സംബന്ധിക്കുന്ന ദുആ മജ്ലിസും നടക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് തീയതി കമ്മീഷന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. ഹെൽമറ്റില്ലാതെ പെട്രോൾ നൽകരുതെന്ന പോലീസ് നിർദ്ദേശത്തിന് പുല്ലുവില. കണ്ണിൽ ചോരയുള്ളവർക്ക് കണ്ടിരിക്കാനാകാത്ത ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. കൊച്ചി മെട്രോയുടെ കോച്ചുകൾ 100 ദിവസത്തിനകമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഷൂ വാങ്ങാനുള്ള തടവുപുള്ളിയുടെ ആഗ്രഹം നിറവേറ്റിയ പോലീസുകാരെ പിരിച്ചുവിട്ടു. പോലീസുകാർക്കും ഷൂ വാഗ്ദാനം. SSF വിചാരം 2015 ശനിയാഴ്ച മഅദിൻ സ്പാനിഷ് അക്കാദമിയിൽ നടക്കും. 2-ലധികം മക്കളുള്ള മുസ്ലിംകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് VHP നേതാവ് പ്രവീൺ തൊഗാഡിയ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.